അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ എന്താ മോളെ? ഇപ്പൊ ടീച്ചർ വിളിച്ചിരുന്നേ, നാളെ സ്കൂളിൽ നിന്ന് കിറ്റ് കൊടുക്കുന്നുണ്ട്, അത് വാങ്ങാൻ അപ്പനും കൂടെ വരണം. ഞാൻ വരണോ മോളെ? വരണം, വന്നേ പറ്റൂ. നിങ്ങൾ പോണ്ട, ദുരഭിമാനവും കെട്ടിപ്പിടിച്ച് കഥയാട്ടോ സ്വപ്നം കണ്ടി ഇവിടെ ഇരുന്നോ. ആഹാ, ഇതാര് കൃഷ്ണയോ? കൈനീട്ടിക്കേ. അപ്പോൾ ദാഹിച്ചു വലഞ്ഞ ഒരാൾ ആകാശത്തിലെ കാർമേഘം കണ്ട് മഴ പെയ്യുമ്പോൾ തൻ്റെ ദാഹം മാറ്റാമെന്ന് കാത്തിരുന്നാൽ അയാളുടെ പ്രവൃത്തി എന്താകും? ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാകും അല്ലേ? പിന്നെ അയാൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ദാഹം മാറ്റാൻ സ്വയം പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഓരോ ധാന്യത്തിലും ഒരുപാട് പേരുടെ കഠിനാധ്വാനവും കാത്തിരിപ്പും ഉണ്ട്. ആ കഠിനാധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഫലമാണ് നമ്മൾ എന്നും ഉണ്ടുറങ്ങുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കൃഷ്ണേ, നീ എന്താ ആലോചിക്കുന്നത്? ഈ അധ്യായം 19 ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഈ സ്കൂളിൽ നിന്ന് മുമ്പ് എപ്പോഴോ പകർന്നു കിട്ടിയ ഒരു അറിവ് ഞാൻ ഇന്ന് നട്ടു നനയ്ക്കും. ഒത്തിരി അറിവുകൾ നമുക്ക് പകർന്നു തന്നു ഈ അധ്യായവും കടന്നുപോകും. അപ്പന്റെ വേദിക്ക് മുന്നിലെ ആട്ടവിളക്ക് ഇനിയും തെളിയും. ആ വെളിച്ചത്തിൽ എനിക്കും പോകാനുണ്ട് ഒത്തിരി ദൂരം. അങ്ങനെ മഴ പെയ്യുമ്പോ ദാഹം മാറ്റാനേ മഴക്കാർ കണ്ട് കാത്തിരിക്കുന്ന ബുദ്ധിശൂന്യരാകാൻ ഞങ്ങളില്ല, അല്ലേപ്പാ? എന്താ മോളെ? അപ്പം ക്ലാസ് എടുക്കാൻ പോവാ. അപ്പൊ പറഞ്ഞു വന്നത്, കഥകളിയുടെ വേഷവിധാനങ്ങളെ കഥകളിക്കോപ്പുകൾ എന്നറിയപ്പെടും. അവ സൂക്ഷിച്ചു വയ്ക്കുന്ന മുറിയെ കോപ്പറ എന്നറിയപ്പെടും. ഉണങ്ങുമ്പോൾ ഭാരം കുറയുന്ന കുമിഴ് എന്നൊരു തടി കൊണ്ടാണ് കിരീടവും മറ്റും ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാനം കേശഭാര കിരീടം, കുറ്റിച്ചാമരം, കൃഷ്ണമുടി, കരിമുടി, അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ അമാനുഷികനാക്കി തീർക്കുന്ന വേഷവിധാനങ്ങളുടെ വൈവിധ്യമാണ് കഥകളി. അതൊരു സംസ്കാരമാണ്. കൊല്ലുവാൻ സംഘ വേണ്ട ചിത്തേ, അവനെ കൊല്ലുവാൻ സംഘ വേണ്ട ചിത്തേ. സങ്കടമില്ല നമുക്ക് കിങ്കര വരരെ, സങ്കടമില്ല നമുക്ക്
കിങ്കര വരരേ